ഹലോ ഗുരുപ്പേ, പാതി നോമ്പല്ലേ? അച്ഛൻ ഇപ്പാണോ പാതി നോയമ്പ്? ഞാൻ നേരത്തെ പാതി നോമ്പോ? രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ നോയമ്പുണ്ട്. അത് കഴിഞ്ഞ നോയമ്പില്ല. ഈശോയ് ഹാപ്പി, ഞാനും ഹാപ്പി. അത് പാതി നോമ്പല്ല, കള്ള നോമ്പാണ്. നമ്മള് വെറൈറ്റി ആയിരിക്കണം. എടി, പാതി നോമ്പ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ബാക്കി നോമ്പ് നോക്കണം. നിങ്ങൾക്ക് നോയമ്പ് ഡിസ്കൗണ്ട് ഉണ്ടാച്ചാ? ഡിസ്കൗണ്ടോ? അല്ലെങ്കിൽ ജീവിതം പാടാണ്. ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചു പോക്കോട്ടെ. എന്തായാലും പോയത് പോയി. അടുത്ത പാതിയെങ്കിലും നന്നായിട്ട് നോക്കണം. എന്തായാലും നോമ്പ് പൊട്ടി. സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? വിട്ടുകളാ. ഈശോ വീണത് ഓർക്കുന്നുണ്ടോ? ആദ്യം ഒന്ന് വീണെടുത്ത് കിടക്കാതെ വീണ്ടും എണീറ്റ് നടന്നു. അങ്ങനെ പലതവണ നടന്നിട്ടല്ലേ കാൽവരി വരെ എത്തിയതും ബലി അർപ്പിച്ചതും ഒക്കെ. അവിടെ എവിടെയെങ്കിലും കടന്നെങ്കിൽ പിന്നെയും വീഴുമായിരുന്നു. നിന്നോട് പറയുന്ന എന്നെ വേണം ഇടിക്കാൻ. അച്ഛൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. തെറ്റു പറ്റിയാലും തെറ്റിൽ തന്നെ കടക്കണം. അത് തന്നെ, മിടുക്കിയാണല്ലോ. ഒന്ന് നോമ്പ് പൊട്ടി, എനിക്കിനി 2 ചാൻസും കൂടെ ഉണ്ടല്ലോ. എന്തൊക്കെയാടി പറയുന്നത്? ഇപ്പൊ പാതി നോമ്പ് നോക്കണം, അത്രയല്ലേ ഉള്ളൂ. അതാണ്ട് അത്രേ ഉള്ളൂ. നാളെ തൊട്ട് എനിക്ക് മൊട്ട നോയമ്പ്, ഇറച്ചി മീനും ദൈവത്തിന് നോയമ്പ്. എന്തുവാ ഇത്? താൻ പാതി ദൈവം പാതി നല്ലേ. പാതി നോയമ്പ് ഞാൻ നോക്കും, പാതി നോയമ്പ് ദൈവം നോക്കട്ടെ. നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഇട്ടിട്ട് പോടി. ഓക്കെ കോംപ്രമൈസ്. അല്ലേ പിന്നെ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും തോന്നല്ലേ? ഒരു മീൻ്റെ ഒരു പുറം ഇന്ന് കഴിച്ചിട്ട് മറ്റേ പുറം നാളെ കഴിച്ചാ പാതി നോമ്പാവോ? നിന്റെ വയറ് നിറയെ ഉടായിപ്പാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യച്ചാ.